ഹായ് മക്കളെ, വെൽക്കം ബാക്ക് വൺസ് അഗെയിൻ ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ +2 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ നമുക്ക് എന്തൊക്കെ ചാപ്റ്റേഴ്സ് ആണ് പഠിക്കാനുള്ളത് ആൻഡ് ഓരോ ചാപ്റ്ററിൽ എന്തൊക്കെ ടോപ്പിക്കുകളാണ് വരുന്നത് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മളെ വെക്കേഷനൊക്കെ ഏകദേശം കംപ്ലീറ്റ് ആവാനായിട്ടുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ചെറുതായിട്ട് ഒരു സ്കൂളിലേക്കും അതുപോലെ തന്നെ പഠിത്തമൊക്കെ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു സമയം ആയി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം നിങ്ങളുടെ ഫ്രണ്ട്സിൽ എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന വീഡിയോ ആയിരിക്കും ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ. അപ്പം നമ്മളെ +2 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ മക്കളെ ടോട്ടൽ നമുക്ക് +2 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ പഠിക്കാനുള്ളത് 11 ചാപ്റ്റേഴ്സ് ആയിരുന്നു അല്ലേ. നമുക്കറിയാം നമ്മളെ +1 നമുക്ക് ആകെ 10 ചാപ്റ്റേഴ്സ് ആയിരുന്നു കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ ഉണ്ടായിരുന്നത്. എന്നാൽ +2ലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ടോട്ടൽ 11 ചാപ്റ്റേഴ്സ് ഉണ്ട് എന്നുള്ളതാണ്. ഇതിൽ നമ്മൾ ആദ്യത്തെ 3 ചാപ്റ്റേഴ്സിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഈ ആദ്യത്തെ 3 ചാപ്റ്റേഴ്സ് C++ന്റെ ഭാഗങ്ങളാണ്. അതായത് +1 ഓൾറെഡി നമ്മൾ C++ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഭാഗം തന്നെയാണ്, അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്ന കാര്യങ്ങൾ തന്നെയാണ് ആദ്യത്തെ 3 ചാപ്റ്റർ +2 നമ്മൾ പഠിക്കുന്നത്. ആൻഡ് അതിനുശേഷമുള്ള ഈ 4 ചാപ്റ്റേഴ്സിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതായത് 7ാമത്തെ ചാപ്റ്റർ വരെ, 4ാമത്തെ ചാപ്റ്റർ മുതൽ 7ാമത്തെ ചാപ്റ്റർ വരെയുള്ള ഭാഗങ്ങൾ എന്ന് പറയുന്നത് ആക്ച്വലി ഇത് വരുന്നത് വെബ് ഡിസൈനിങ് എന്ന് പറയുന്ന ഒരു ഭാഗത്തു നിന്നാണ്. അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ഡെയിലി ഒരുപാട് വെബ്സൈറ്റുകൾ കാണുന്ന ആളുകളാണ്, ഒരുപാട് വെബ് പേജുകൾ വിസിറ്റ് ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ എങ്ങനെയാണ് ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യുക, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ 4 ചാപ്റ്റേഴ്സിലായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, പഠിക്കുന്നത്. ആൻഡ് അതിനുശേഷം വരുന്ന ഈ 2 ചാപ്റ്റേഴ്സ് ഉണ്ടല്ലോ, ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം, സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ് SQL എന്ന് പറയുന്ന ഈ 2 ചാപ്റ്റേഴ്സ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിക്കുന്നത് ഡാറ്റാബേസിന്റെ പോർഷൻസ് ആണ്, ഡാറ്റാബേസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും, സാറേ എന്താണ് ഈ ഡാറ്റാബേസ് എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇപ്പോൾ +2 തന്നെ അല്ലെങ്കിൽ +1 തന്നെ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ഓൺലൈനായിട്ട് റിസൾട്ട് ഒക്കെ നോക്കുന്നത് അല്ലെ, നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ, റോൾ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും ഒക്കെ കൊടുത്ത് ജസ്റ്റ് സബ്മിറ്റ് അടിക്കുമ്പോഴേക്ക് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ടും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അല്ലേ. അപ്പൊ എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും കുട്ടികളുടെയൊക്കെ ഡീറ്റെയിൽസ് എന്ത് ചെയ്തിട്ടുണ്ട് ഗവൺമെന്റ്, അതായത് ഹയർ എഡ്യൂക്കേഷൻ എന്ത് ചെയ്തിട്ടുണ്ട്, DHSC എന്ത് ചെയ്തിട്ടുണ്ട്, അവരുടെ ഡാറ്റാബേസിൽ നല്ല അടിപൊളിയായിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഡാറ്റാബേസിൽ അങ്ങനെ ലാർജ് എമൗണ്ട് ഓഫ് ഡാറ്റ ഒക്കെ സ്റ്റോർ ചെയ്യുന്ന സമയത്ത് അതെങ്ങനെയാണ് ആക്സസ് ചെയ്യുക, അല്ലെങ്കിൽ ഡാറ്റാബേസിൽ അതെങ്ങനെയാണ് സ്റ്റോർ ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇവിടുന്ന് നമ്മൾ പഠിക്കുക. ഓക്കെ, ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം SQL എന്ന് പറയുന്ന ഈ 2 ചാപ്റ്റേഴ്സിൽ നമ്മൾ ഡാറ്റാബേസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പഠിക്കുന്നത്. ആൻഡ് ഇപ്പൊ 10ാമത്തെ ചാപ്റ്ററും 11ാമത്തെ ചാപ്റ്ററിന്റെയും കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ ഈ 2 ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത് പക്കാ തിയറി ചാപ്റ്റേഴ്സ് ആണ് കേട്ടോ. തിയറി ചാപ്റ്റേഴ്സ്, അതായത് നമുക്കറിയാം +1 10 ഒരു 5 ചാപ്റ്റർ ഒക്കെ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, തിയറി ഉണ്ടായിരുന്നു. എന്നാൽ +2 വരുന്ന സമയത്ത് ആകെ 2 ചാപ്റ്റേഴ്സ് മാത്രമാണ് നമുക്ക് എന്ത് വരുന്നത്, തിയറി വരുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ കുറച്ചും കൂടെ നമ്മൾ ശ്രദ്ധിച്ച് പഠിക്കേണ്ടതുണ്ട്, ഈ പോർഷൻസ് ഒക്കെ ശ്രദ്ധിച്ച് പഠിക്കേണ്ടതെന്നുള്ള ഒരു കാര്യമാണ് എനിക്കിപ്പോൾ പറയാനുള്ളത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഓരോ ചാപ്റ്റർ വൈസ് പറയുകയാണെങ്കിൽ ഈ ഫസ്റ്റ് ചാപ്റ്റർ റിവ്യൂ ഓഫ് C++ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു ഐഡിയ കിട്ടും. അതായത് ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ചാപ്റ്റർ ശരിക്കും പറഞ്ഞാൽ റിവിഷൻ ആണ്. +1 പഠിച്ചിട്ടില്ലേ നമ്മൾ C++ന്റെ കുറേ ഭാഗങ്ങൾ പഠിച്ചിട്ടില്ലേ, അതിന്റെയൊക്കെ റിവിഷൻ ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ +2 ഫസ്റ്റ് ചാപ്റ്റർ. ഓക്കെ, അതായത് ഇവിടെ വരുന്നത് 2 ടോപ്പിക്സേ ഉള്ളൂ. ഓവർവ്യൂ ഓഫ് C++ എന്ന് മാത്രമേ ഞാൻ കൊടുത്തിട്ടുള്ളൂ. എന്ന് പറഞ്ഞാൽ +1 പഠിച്ചിട്ടുള്ള ഡാറ്റ ടൈപ്പ്, വാരിയബിൾസ്, അങ്ങനെയുള്ള ഒരുപാട് ടോപ്പിക്സ് ഉണ്ട്. ഓപ്പറേറ്റേഴ്സ് എന്നൊക്കെ പറയുന്ന ഒരുപാട് ടോപ്പിക്സ് ഉണ്ട്. അതൊക്കെ റിവൈസ് ചെയ്തെടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അതേപോലെ തന്നെ കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, +1 പഠിച്ചതാണ് C++ന്റെ ഭാഗത്ത് അല്ലെ. 7ാമത്തെ ചാപ്റ്ററിൽ കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സിനെ പറ്റി +1 പഠിച്ചിട്ടുണ്ട്. അപ്പൊ സെയിം സംഭവം തന്നെ നമ്മളൊന്ന് റിവൈസ് ചെയ്തെടുക്കും. അതുകൂടാതെ കുറച്ച് എക്സ്ട്രാ കാര്യങ്ങളും കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സിന്റെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണ് ഫസ്റ്റ് ചാപ്റ്റർ. ഇനിയിപ്പോ 2ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് അറേസ് ആണ്. അപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ ആദ്യത്തെ 3 ചാപ്റ്ററും C++ന്റെ ഭാഗമാണ്. അപ്പൊ ആക്ച്വലി ഈ അറേ എന്ന് പറയുന്ന ചാപ്റ്ററും ഇവിടെ വരുന്നതാണ്, C++ഉമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ടോപ്പിക്കാണ്. അറേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ, കളക്ഷൻ ഓഫ് സം വാല്യൂസ് ആണ് ശരിക്കും പറഞ്ഞാൽ അറേസ് എന്ന് പറയുമ്പോൾ. അപ്പൊ അറേ എന്താണെന്നുള്ളത് നമ്മൾ പഠിക്കും, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് നോക്കാനുണ്ട്. അതുപോലെ തന്നെ സ്ട്രിങ് എന്ന് പറയുമ്പോൾ നമ്മൾ +1 പഠിച്ചിട്ടുണ്ട് അല്ലെ. ഇപ്പൊ ഡബിൾ കോഡ്സിന്റെ ഉള്ളിൽ ഇപ്പൊ ഹലോ എന്നൊക്കെ എഴുതിയാൽ ഡബിൾ കോഡ്സിന്റെ ഉള്ളിൽ എഴുതുന്ന സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സിനെ അല്ലേ നമ്മൾ സ്ട്രിങ് എന്ന് പറയാം. അപ്പൊ സ്ട്രിങ് എങ്ങനെയാണ് മാനേജ് ചെയ്യുക, സ്ട്രിങ്ങിന് എങ്ങനെയാണ് മെമ്മറി അലോക്കേറ്റ് ചെയ്യുക, അതുമായിട്ട് ബന്ധപ്പെട്ട് സ്ട്രിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു സെക്ഷനിൽ പഠിക്കുന്നത്.
ഓക്കെ, യെസ്, അതായത് എന്താണെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കും. പിന്നെ മൂന്നാമത്തെ ചാപ്റ്റർ ഫങ്ഷൻസ് ആണ്. ഫങ്ഷൻ എന്താണെന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഒന്നുമില്ല, ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രോഗ്രാമിൽ കുറെ സ്റ്റേറ്റ്മെന്റുകൾ എഴുതൂലേ, അതുപോലത്തെ ഗ്രൂപ്പ് ഓഫ് സ്റ്റേറ്റ്മെന്റുകളെയാണ് നമ്മൾ ഫങ്ഷൻ എന്ന് പറയുക. അപ്പൊ നമ്മൾ എന്താണ് ഫങ്ഷൻ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. ആക്ച്വലി നമുക്ക് രണ്ട് ടൈപ്പ് ഫങ്ഷൻസ് ഉണ്ട്, പ്രീ ഡിഫൈൻഡ് ഫങ്ഷനും യൂസർ ഡിഫൈൻഡ് ഫങ്ഷനും. അപ്പൊ എന്താണ് പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷൻ, എന്താണ് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും ഇവിടെ നമ്മൾ പഠിക്കുക. അതേപോലെ തന്നെ വേറൊരു ടോപ്പിക് കൂടെ ഇവിടെ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോഡുലാർ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. എടാ, മോഡുലാർ പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ മക്കളെ. നമുക്ക് വലിയൊരു പ്രോബ്ലം സോൾവ് ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഈ പ്രോബ്ലത്തിനെ ചെറിയ ചെറിയ പാർട്സ് ആക്കി മാറ്റിയിട്ട് സോൾവ് ചെയ്യാൻ പറ്റൂലേ. ഈ പ്രോബ്ലത്തിനെ, ആ വലിയ പ്രോബ്ലത്തിനെ ചെറിയ ചെറിയ പാർട്സ് ആക്കി മാറ്റും. എന്നിട്ട് ഈ ചെറിയ ചെറിയ പാർട്സ് സോൾവ് ചെയ്തിട്ട് മെയിൻ പ്രോബ്ലത്തിന്റെ സൊല്യൂഷനിലേക്ക് എത്തുക. അതിനെയാണ് ബേസിക്കലി നമ്മൾ മോഡുലാർ പ്രോഗ്രാമിംഗ് എന്നൊക്കെ വിളിക്കുന്നത്. അപ്പൊ എന്താണ് മോഡുലാർ പ്രോഗ്രാമിംഗ്, ഈ മോഡുലാർ പ്രോഗ്രാമിംഗിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ഈ മോഡുലാർ പ്രോഗ്രാമിംഗിന്റെ ഡിസ്അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, അല്ലെ, ദോഷങ്ങൾ, ഡീമെറിറ്റ്സ് എന്തൊക്കെയാണ്, അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത്. ഓക്കെ, ഇനിയിപ്പോ നാലാമത്തെ ചാപ്റ്ററിലേക്ക് വരികയാണെങ്കിൽ വെബ് ടെക്നോളജി. ഞാൻ പറഞ്ഞു നാലാമത്തെ ചാപ്റ്റർ മുതൽ ഈ ഏഴാമത്തെ ചാപ്റ്റർ വരെ നമുക്ക് വരുന്നത് വെബ് ഡിസൈനിങ്ങിന്റെ ഭാഗമാണ്. അതായത് ബേസിക്കലി ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത് ഒരു വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, അപ്പൊ വെബിലുള്ള ബേസിക് ആയിട്ടുള്ള ഒരുപാട് ടേമുകൾ നമ്മൾ പഠിക്കുന്നുണ്ട്. അതേപോലെ തന്നെ പിന്നെ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ചു തുടങ്ങുക HTML എന്ന് പറയുന്ന ഒരു ലാംഗ്വേജ് ആണ്. അതായത് ഒന്നുമില്ല മക്കളെ, നമ്മൾ ഡെയിലി കുറെ വെബ്സൈറ്റുകൾ കാണുന്ന ആളുകളാണ് അല്ലെ. അപ്പൊ ആ വെബ്സൈറ്റ് ഒക്കെ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ള ഒരു ലാംഗ്വേജ് ആണ് HTML. അപ്പൊ HTML എന്താണ് എന്നുള്ളത് നമ്മൾ പഠിക്കും. അതുപോലെ തന്നെ HTML ഉപയോഗിക്കുന്ന ബേസിക് ആയിട്ടുള്ള കുറെ ടാഗുകൾ ഉണ്ട്, അതിനെയാണ് നമ്മൾ HTML ഉപയോഗിക്കുന്ന കമാൻഡ്സ് എന്ന് പറയാം. അപ്പൊ HTML കുറെ കമാൻഡ്സുമാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത്. അതായത് ബേസിക്കലി ഈ ഒരു ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ആവുമ്പോഴേക്ക് ഏകദേശം ഒരു സിമ്പിൾ ആയിട്ടുള്ള വെബ്സൈറ്റ് ഒക്കെ ഡിസൈൻ ചെയ്യാൻ പറ്റുന്ന, ഒരു സിമ്പിൾ വെബ്സൈറ്റ് ഒക്കെ ഡിസൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു ലെവലിലേക്ക് നമ്മൾ എത്തും എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ബേസിക്കലി ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് വെബ്സൈറ്റ് ഡിസൈനിങ്ങിന്റെ സ്റ്റാർട്ടിംഗ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ഇതിൽ പഠിക്കുക. വെബ്സൈറ്റ് ഡിസൈൻ ചെയ്ത് തുടങ്ങുക, ജസ്റ്റ് സ്റ്റാർട്ടിങ് മാത്രമായിരിക്കും. അതായത് HTML വെച്ചിട്ടാണ് നമ്മൾ അത് ഡിസൈൻ ചെയ്യുക. അപ്പൊ HTMLന്റെ ബേസിക് ആയിട്ടുള്ള കമാൻഡുകൾ, അതിനെയാണ് HTML ടാഗ്സ് എന്ന് വിളിക്കുന്നത്. അപ്പൊ HTML ടാഗുകളെ പറ്റിയിട്ടായിരിക്കും ഇവിടെ പഠിക്കുക. ആൻഡ് അങ്ങനെയാണെങ്കിൽ ഈ ഒരു ചാപ്റ്റർ, അഞ്ചാമത്തെ ചാപ്റ്റർ വെബ് ഡിസൈനിങ് യൂസിങ് HTML, ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ കൂടുതൽ കാര്യങ്ങൾ, അതായത് ഈ ഒരു നാലാമത്തെ ചാപ്റ്ററിൽ പഠിക്കാത്ത അതിലും കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഒരു വെബ്സൈറ്റ് ഡിസൈനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുക. അതായത് ലിസ്റ്റുകൾ എങ്ങനെ ഉണ്ടാക്കും, ഓക്കെ, ലിങ്കുകൾ എങ്ങനെ ഒരു വെബ്സൈറ്റിൽ ക്രിയേറ്റ് ചെയ്യും, ടേബിളുകൾ എങ്ങനെ ഉണ്ടാക്കും, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ പഠിക്കുക. അപ്പൊ നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ, സാർ എന്താ ഈ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ? നിങ്ങൾ ഈ ഒരു സ്ലൈഡിൽ കാണുന്നില്ലേ കുറെ ഓരോന്ന് ഞാൻ ഇങ്ങനെ പോയിന്റ് ആയിട്ട് കൊടുത്തത്. അപ്പൊ ഇങ്ങനെ നമ്മൾ ലിസ്റ്റ് ചെയ്ത് കൊടുക്കുന്ന സംഭവങ്ങളാണ് ലിസ്റ്റ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഒന്നുമില്ല, വെബ്സൈറ്റുകളിൽ എങ്ങനെ ഇതുപോലത്തെ ലിസ്റ്റുകളൊക്കെ കൊടുക്കും. അതുപോലെ തന്നെ നിങ്ങൾ പലപ്പോഴും ലിങ്കുകൾ കാണാതിരിക്കില്ലല്ലോ അല്ലെ. നമ്മൾ വെബ്സൈറ്റിലൊക്കെ പല ലിങ്കുകളും കാണും. ഒരു സംഭവത്തിൽ ക്ലിക്ക് ചെയ്താൽ വേറെ ഏതെങ്കിലും പേജിലേക്കെല്ലാം പോകുന്ന ലിങ്കുകൾ ഉണ്ടാവും. അപ്പോൾ ഒരു HTML ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് വെബ്സൈറ്റിൽ ലിങ്ക് ഉണ്ടാക്കുക എന്ന് പഠിക്കും. അതുപോലെ തന്നെ HTML എങ്ങനെ ടേബിൾ ക്രിയേറ്റ് ചെയ്യാന്ന് പഠിക്കും. ഓക്കെ, ഒരു വെബ്സൈറ്റിൽ എങ്ങനെ ടേബിൾ ക്രിയേറ്റ് ചെയ്യാന്ന് പഠിക്കും. അതായത് ടേബിൾ അറിയാലോ, ഇപ്പൊ ഫസ്റ്റ് സ്ലൈഡിൽ തന്നെ നിങ്ങൾ ഇങ്ങനെ ഒരു ടേബിൾ കാണുന്നില്ലേ, ഇതുപോലത്തെ ടേബിൾ ഒക്കെ ഒരു വെബ് പേജിൽ എങ്ങനെ, ഒരു വെബ്സൈറ്റിൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നു പഠിക്കും. അതുപോലെ തന്നെ ഒരു ബ്രൗസർ വിൻഡോനെ എങ്ങനെ ഡിവൈഡ് ചെയ്യുന്നു പഠിക്കും. അതായത് നിങ്ങൾ ചില വെബ്സൈറ്റുകളൊക്കെ കാണലുണ്ടാവും. ആ ഒരു ബ്രൗസർ വിൻഡോ ചിലപ്പം ചില ഭാഗങ്ങളായിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും. ഇതാണ് ബ്രൗസറിന്റെ വിൻഡോ എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു 3-4 ഭാഗങ്ങൾ ഒക്കെ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഒരു ബ്രൗസർ വിൻഡോനെ എങ്ങനെ ഡിവൈഡ് ചെയ്യും, HTML ഉപയോഗിച്ച് എന്നുള്ള പഠിക്കും. അതുപോലെ തന്നെ ഫോമുകൾ എങ്ങനെ ഒരു വെബ്സൈറ്റിൽ അല്ലെങ്കിൽ വെബ് പേജ് ക്രിയേറ്റ് ചെയ്യുമെന്ന് പഠിക്കും. അല്ലെ, നിങ്ങൾ പല ഫോമുകളും ഫില്ല് ചെയ്ത് കൊടുക്കലില്ലേ, ഗൂഗിൾ ഫോം ഒക്കെ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ ഗൂഗിൾ ഫോം ക്രിയേറ്റ് ചെയ്യുന്ന കാര്യമല്ല, ഒരു വെബ്സൈറ്റിൽ എങ്ങനെ സിമ്പിൾ ആയിട്ടുള്ള ഫോമുകൾ ക്രിയേറ്റ് ചെയ്യും എന്നുള്ളത് പഠിക്കും. ഓക്കെ, ഇനിയിപ്പോ ആറാമത്തെ ചാപ്റ്ററിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ ചാപ്റ്ററിൽ ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുന്ന ടെക്നോളജിയാണ് പഠിക്കുന്നത്. അതായത് ഒരു വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ സിമ്പിൾ ആയിട്ട് ഈ HTML എന്ന് പറയുന്ന ഒരു സാധനം മാത്രം പഠിച്ചാൽ പോരാ. HTML ഉപയോഗിച്ചിട്ട് ലിസ്റ്റും ലിങ്കും ടേബിളും ഒക്കെ പഠിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് HTML മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള വെബ്സൈറ്റ് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ഭയങ്കര ബേസിക് ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ് അത് മാത്രമേ ഡെവലപ്പ് ചെയ്യാൻ പറ്റൂ. എന്നാൽ അതിന്റെ കൂടെ നമ്മൾ ജാവാസ്ക്രിപ്റ്റ് കൂടെ ഉപയോഗിക്കുകയാണെങ്കിൽ, ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുന്ന ഒരു ടെക്നോളജി കൂടെ ഉപയോഗിക്കുകയാണെങ്കിൽ ഈ HTML വെച്ച് ഡിസൈൻ ചെയ്തിട്ടുള്ള
വെബ് പേജുകളെ മേലെ കുറച്ച് എക്സ്ട്രാ എഫക്റ്റുകളൊക്കെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അതായത് എക്സ്ട്രാ പ്രോഗ്രാമിംഗ് ആണ് ആക്ച്വലി ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. പക്ഷെ അത് വെബിൽ ഉപയോഗിക്കുന്ന HTML വെച്ചിട്ട് ചെയ്ത കാര്യങ്ങളുടെ മേലെ ഉപയോഗിക്കുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. അപ്പൊ കുറച്ചും കൂടെ ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള കുറച്ചും കൂടെ എഫക്ട്സ് ഒക്കെ ഉള്ള നല്ലൊരു അടിപൊളി സ്റ്റാൻഡേർഡ് വെബ്സൈറ്റ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ HTML മാത്രം നമ്മൾ പഠിച്ചാൽ പോരാ, ജാവാസ്ക്രിപ്റ്റും കൂടെ പഠിക്കണം. അപ്പൊ 6ാമത്തെ ചാപ്റ്ററിൽ ജാവാസ്ക്രിപ്റ്റിന്റെ ബേസിക്സ് പഠിക്കും. അതായത് ഇപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടില്ലേ C++ എന്ന് പറയുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഇല്ലേ, അതുപോലത്തെ വേറൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് ജാവാസ്ക്രിപ്റ്റ്. അപ്പൊ C++ ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ ജാവാസ്ക്രിപ്റ്റ് ഒക്കെ പഠിക്കൽ ഭയങ്കര എളുപ്പമായിരിക്കും. അപ്പൊ ജാവാസ്ക്രിപ്റ്റിന്റെ ബേസിക്സിൽ ജാവാസ്ക്രിപ്റ്റിൽ എന്തൊക്കെ ഡാറ്റ ടൈപ്സ് ഉണ്ട്, അതുപോലെ തന്നെ ജാവാസ്ക്രിപ്റ്റിൽ എന്തൊക്കെ വാരിയബിൾസ്, എങ്ങനെയൊക്കെ വാരിയബിൾസ് കൊടുക്കുക, അതുപോലെ തന്നെ ജാവാസ്ക്രിപ്റ്റിൽ എങ്ങനെയാ നമ്മൾ ഫങ്ഷൻസ് കൊടുക്കുക, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ, അതായത് ജാവാസ്ക്രിപ്റ്റിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. അതേപോലെ തന്നെ ജാവാസ്ക്രിപ്റ്റിൽ കൺട്രോൾ സ്ട്രക്ചേഴ്സ്, നമ്മളിപ്പോൾ C++ൽ പഠിച്ചിട്ടില്ലേ കൺട്രോൾ സ്ട്രക്ചേഴ്സ്, ഈഫ്, ലൂപ്പ് എന്നെല്ലാം പറഞ്ഞിട്ട് കൺട്രോൾ സ്ട്രക്ചേഴ്സ് പഠിച്ചിട്ടില്ലേ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ജാവാസ്ക്രിപ്റ്റിലും നമ്മൾ പഠിക്കും. അതുപോലെ തന്നെ ബിൽറ്റ് ഇൻ ഫങ്ഷൻസ്, ജാവാസ്ക്രിപ്റ്റിലും എന്തുണ്ട്, ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് ഉണ്ട്, അത് നമ്മൾ പഠിക്കും. പിന്നെ ഒരു ടെക്സ്റ്റ് ബോക്സിലെ വാല്യൂസ് ജാവാസ്ക്രിപ്റ്റ് വെച്ചിട്ട് എങ്ങനെ ആക്സസ് ചെയ്യും, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കും. ഓക്കെ, അപ്പൊ ഇത് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. HTML മാത്രം ഉപയോഗിച്ചാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് വെബ്സൈറ്റുകളൊക്കെ ഡിസൈൻ ചെയ്യാം. അത് നമ്മൾ 4ാമത്തെ ചാപ്റ്ററിലും 5ാമത്തെ ചാപ്റ്ററിലും പഠിക്കുന്നുണ്ട്. പക്ഷെ കുറച്ചും കൂടെ നല്ല എഫക്ട്സ് ഒക്കെ കൊണ്ടുവരാൻ പറ്റുന്ന, അല്ലെങ്കിൽ കുറച്ചും കൂടെ പ്രോഗ്രാമിംഗ് സാധനങ്ങളൊക്കെ കൊടുക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ കുറച്ചും കൂടെ യൂസേഴ്സിന് ഇന്ററാക്ഷൻ കൊടുക്കാൻ പറ്റുന്ന നല്ല സ്റ്റാൻഡേർഡ് വെബ്സൈറ്റ് ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ എന്തും കൂടെ അറിയേണ്ടി വരും, ജാവാസ്ക്രിപ്റ്റും കൂടെ അറിയേണ്ടി വരും. അപ്പോൾ ജാവാസ്ക്രിപ്റ്റ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കും. പിന്നെ 7ാമത്തെ ചാപ്റ്ററിൽ പഠിക്കുന്ന വെബ് ഹോസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയെന്നുള്ളതാണ്. അതായത് മക്കളെ, നമ്മളിപ്പോൾ വെബ്സൈറ്റ് ഉണ്ടാക്കാൻ പഠിച്ചല്ലോ. 4ാമത്തെ ചാപ്റ്ററിൽ HTML വെച്ചിട്ട് ഡിസൈൻ ചെയ്തതും, പിന്നെ 5ാമത്തെ ചാപ്റ്ററിൽ HTML വെച്ചിട്ട് കുറച്ചും കൂടെ കൂടുതൽ കാര്യങ്ങൾ ഡിസൈൻ ചെയ്തതും, 6ാമത്തെ ചാപ്റ്ററിൽ ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുന്ന ടെക്നോളജി, കുറച്ചും കൂടെ നല്ല വെബ്സൈറ്റ് ഉണ്ടാക്കണമെങ്കിൽ ജാവാസ്ക്രിപ്റ്റ് വേണം. അതൊക്കെ പഠിക്കുമല്ലോ. അപ്പോൾ അതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഏകദേശം നമ്മളൊരു വെബ്സൈറ്റ് ഉണ്ടാക്കുന്ന ഒരു ബേസിക് നോളജ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതെങ്ങനെ ഹോസ്റ്റ് ചെയ്യുന്നുള്ളതാണ് 7ാമത്തെ ചാപ്റ്ററിൽ പഠിക്കുന്നത്. അതായത് നമ്മളൊരു വെബ്സൈറ്റ് ഉണ്ടാക്കിയിട്ട് മാത്രം കാര്യമില്ല, ആ വെബ്സൈറ്റിനെ ഇന്റർനെറ്റിൽ അവൈലബിൾ ആക്കണ്ടേ, എന്നാലല്ലേ നമ്മളെ വെബ്സൈറ്റ് ആളുകൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഇന്റർനെറ്റിൽ ഒരു വെബ്സൈറ്റിനെ അവൈലബിൾ ആക്കുന്നതിനാണ് നമ്മൾ വെബ് ഹോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ എന്തൊക്കെ ടൈപ്പ് ഹോസ്റ്റിംഗ് ഉണ്ട്, 3 ടൈപ്പ് ഹോസ്റ്റിംഗ് ഉണ്ട്, അതിനെപ്പറ്റി നമ്മൾ പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഹോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇന്റർനെറ്റിൽ നമ്മളെ വെബ്സൈറ്റ് അവൈലബിൾ ആക്കലാണ്. അപ്പൊ അത് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു പരിപാടിയല്ല, അതിന് അതിൻ്റെതായിട്ടുള്ള പേയ്മെന്റ് ഉണ്ട് ഹോസ്റ്റിങ്ങിന്. എന്നാൽ ഫ്രീ ആയിട്ടുള്ള ഹോസ്റ്റിങ്ങും ഉണ്ട്. അപ്പൊ എന്താണ് ഫ്രീ ഹോസ്റ്റിംഗ്, ഫ്രീ ഹോസ്റ്റിംഗ് ചെയ്യുമ്പോൾ ഉള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്, അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, അങ്ങനെ ചെയ്യുമ്പോൾ എന്തൊക്കെ ഡ്രോബാക്സ് ഉണ്ട്, എന്തൊക്കെ ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്, അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ പഠിക്കും. പിന്നെ നമ്മൾ വേറൊരു ടോപ്പിക് ഇവിടെ വരുന്നത് വെച്ചാൽ CMS ആണ്. CMS എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, ഇപ്പൊ നമ്മൾ വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യുന്നതൊക്കെ പഠിച്ചല്ലോ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഈ CMS. അതായത് ഒന്നുമില്ല, പ്രത്യേകിച്ച് ടെക്നിക്കൽ നോളജ് ഒന്നും ഇല്ലാത്ത ആളുകൾ ഉണ്ടാവില്ലേ, അവർക്കും ഒരു വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടൂളാണ് CMS. അപ്പൊ എന്താണ് CMS, അതിന്റെ കുറച്ച് എക്സാമ്പിൾസ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്കാണ്. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഇനിയിപ്പോ ഞാൻ പറഞ്ഞു 8ാമത്തെ ചാപ്റ്റർ 9ാമത്തെ ചാപ്റ്റർ കണ്ടിന്യൂഷൻ ആണ്. 8ന്റെ കണ്ടിന്യൂഷൻ ആണ് 9. അപ്പൊ 8ാമത്തെ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്ന ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നും അല്ല കേട്ടോ. നിങ്ങൾ ഈ പേരൊക്കെ കേൾക്കുമ്പോൾ ഇതെന്തോ ഭയങ്കര സംഭവമാണെന്ന് വിചാരിക്കും. ഇതൊന്നുമല്ല, ഇത് ഒരു സോഫ്റ്റ്വെയർ ആണ്. ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ അതൊരു സോഫ്റ്റ്വെയർ ആണ്. എന്തിനു ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ, ഡാറ്റാബേസിനെ മാനേജ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ആണ്. ഡാറ്റാബേസ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ഭയങ്കര ഓർഡർ ആക്കിയിട്ട് വെച്ചിട്ടുള്ള, ഭയങ്കര എന്താ പറയാ, സ്ട്രക്ചേർഡ് ആയിട്ടുള്ള കളക്ഷൻ ഓഫ് ഡാറ്റയാണ്. അല്ലെ, ഡാറ്റ നല്ല വൃത്തിക്ക് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളതിനെയാണ് ഡാറ്റാബേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഡാറ്റാബേസിനെ എങ്ങനെ മാനേജ് ചെയ്യും എന്നുള്ളതാണ് ബേസിക്കലി, ഒരു സോഫ്റ്റ്വെയർ വെച്ചിട്ട് ഡാറ്റാബേസിനെ എങ്ങനെ മാനേജ് ചെയ്യും എന്നുള്ളതാണ് ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. അപ്പോൾ ഈ ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ ഷോർട്ട് ഫോം ആണ് DBMS. അപ്പൊ എന്താണ് DBMS അല്ലെങ്കിൽ ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം എന്നുള്ളത് പഠിക്കും. അതുപോലെ തന്നെ DBMSൽ ഒരുപാട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് യൂസേഴ്സ് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ആ യൂസേഴ്സ് ആരൊക്കെയാണ് അതിനെപ്പറ്റി പഠിക്കുന്നുണ്ട്. പിന്നെ റിലേഷണൽ ഡാറ്റ മോഡൽ. റിലേഷണൽ ഡാറ്റ മോഡൽ എന്ന് പറഞ്ഞാൽ നമ്മളെ കയ്യിൽ ഡാറ്റ ഉണ്ടെന്ന് വിചാരിക്കുക, ആ ഡാറ്റ കാണിക്കാൻ വേണ്ടി, ആ ഡാറ്റ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മോഡലിന്റെ പേരാണ് റിലേഷണൽ ഡാറ്റ മോഡൽ. അപ്പൊ ആ റിലേഷണൽ ഡാറ്റ മോഡൽ എന്താണെന്ന് നമ്മൾ പഠിക്കും. അതുപോലെ തന്നെ അതിന്റെ മേലെ കുറെ ഓപ്പറേഷൻസ് ചെയ്യാൻ പറ്റും. ഈ റിലേഷണൽ ഡാറ്റ മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാറ്റനെ റെപ്രസെന്റ് ചെയ്യാൻ, ഡാറ്റ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മോഡലാണ്. അപ്പോൾ ആ ഒരു മോഡലിന്റെ മേലെ നമ്മൾ ചെയ്യുന്ന കുറച്ച് ഓപ്പറേഷൻസ് ഉണ്ട്, അതിനെയാണ് റിലേഷണൽ ഓൾജിബ്ര എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് റിലേഷണൽ ഓൾജിബ്ര, അതിൽ എന്തൊക്കെ ഓപ്പറേഷൻസ് ഉണ്ട് എന്നുള്ളത് ഇവിടെ പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഡാറ്റാബേസിനെ പറ്റിയിട്ട് ഒരു ബേസിക് ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിംഗ് ആണ് ഈ 8ാമത്തെ ചാപ്റ്ററിൽ വരുന്നതെന്നുണ്ടെങ്കിൽ, 9ാമത്തെ ചാപ്റ്ററിൽ എന്ന് പറഞ്ഞാൽ SQL എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഡാറ്റാബേസിനെ ആക്സസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടൂളാണ്.
ഓക്കെ, ഈ ടൂൾ വെച്ചിട്ട് ഡാറ്റാബേസ് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതായത് SQL കുറെ കമാൻഡുകൾ ഉണ്ട്. ഈ കമാൻഡുകൾ ഉപയോഗിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡാറ്റാബേസിൽ പല ഓപ്പറേഷൻസും ചെയ്യാൻ പറ്റും. അപ്പൊ അതിനെ പറ്റിയിട്ട് SQL കമാൻഡ്സ് എന്താണ്, അതുപോലെ തന്നെ നമുക്ക് ഡാറ്റയുടെ മേലെ പല റെസ്ട്രിക്ഷൻസും വെക്കാൻ പറ്റും കേട്ടോ, അങ്ങനെ ഡാറ്റാബേസിലൊക്കെ ഡാറ്റ സ്റ്റോർ ചെയ്യുമ്പോൾ. അപ്പൊ എന്താണ് SQL നമുക്ക് എങ്ങനെയാണ് റെസ്ട്രിക്ഷൻസ് കൊടുക്കുക, ആ റെസ്ട്രിക്ഷൻസ് ആണ് ബേസിക്കലി കൺസ്ട്രെയിൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡാറ്റേന്റെ മേലെ നമ്മൾ വെക്കുന്ന കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും. അങ്ങനത്തെ റെസ്ട്രിക്ഷൻസിനെ പറ്റിയിട്ടാണ് ഇവിടെ പഠിക്കുന്നത്. പിന്നെ SQLന്റെ ബേസിക്സും നമ്മൾ വരുന്നുണ്ട്. SQLന്റെ ബേസിക്സ് വരുന്നുണ്ട്. അതായത് ആദ്യം ഈ ചാപ്റ്ററിൽ SQLന്റെ ബേസിക്സ് വരിക, പിന്നെ SQL കമാൻഡ്സ്, SQL കൺസ്ട്രെയിൻസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ പഠിക്കുക. ഇനിയിപ്പോൾ 10ാമത്തെ ചാപ്റ്ററിലേക്ക് വരികയാണെങ്കിൽ, ഞാൻ ഓൾറെഡി സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞു ഈ ചാപ്റ്റർ ഒരു തിയറി ചാപ്റ്റർ ആണ്. തിയറി ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിങ്, ERP. ഈ എന്റർപ്രൈസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, എന്തെങ്കിലും ഒരു ഫേം, എന്തെങ്കിലും ഒരു ഓർഗനൈസേഷൻ അല്ലെ, എന്തെങ്കിലും ഒരു ബിസിനസ് സ്ഥാപനം നമ്മൾ ചെയ്യുന്ന സമയത്ത്, നമ്മളിപ്പോൾ ഒരു ബിസിനസ് സ്ഥാപനം റൺ ചെയ്യുന്ന ആളുകളാണെങ്കിൽ ആ ഒരു ബിസിനസിന്റെ എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു സോഫ്റ്റ്വെയറിനെയാണ് ERP സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ERP, ERPയുടെ ഒരു ഓവർവ്യൂ, അതുപോലെ തന്നെ ERP ഉപയോഗിക്കുന്നത് കൊണ്ട്, അതായത് ഇപ്പൊ നമ്മളെ ബിസിനസ് റൺ ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ഒരു സോഫ്റ്റ്വെയർ വെച്ച് ചെയ്യുന്നത് കൊണ്ട് എന്തൊക്കെ ബെനിഫിറ്റ്സ് ഉണ്ട്, അതുപോലെ തന്നെ അങ്ങനെ നമ്മളെ ബിസിനസ് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ERP പാക്കേജുകൾ ഏതൊക്കെയാണ്, ഏതൊക്കെ സോഫ്റ്റ്വെയർ വെച്ചിട്ട് നമുക്കത് ചെയ്യാം. ഓക്കെ, പാക്കേജസ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് സോഫ്റ്റ്വെയർസ് ആണ്. അപ്പൊ ഏതൊക്കെ സോഫ്റ്റ്വെയർസ് വെച്ചിട്ട് അത് ചെയ്യാം, അതൊക്കെയാണ് നമ്മളിവിടെ പഠിക്കുന്നത്. ബേസിക്കലി തിയറി ആണ്, വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല, തിയറി ചാപ്റ്റർ ആണ്. ഇനിയിപ്പോൾ ലാസ്റ്റ് ചാപ്റ്റർ എഗെയിൻ ട്രെൻഡ്സ് ആൻഡ് ഇഷ്യൂസ് ഇൻ ICT. ചാപ്റ്ററിന്റെ പേര് പറയുന്ന പോലെ ICTയിൽ നടക്കുന്ന കുറെ ട്രെൻഡുകളെ പറ്റിയിട്ടാണ് ഇവിടെ പഠിക്കുന്നത്. തിയറി ചാപ്റ്റർ ആണ്. അപ്പൊ ഈ ചാപ്റ്ററിൽ ആദ്യം വരുന്നത് മൊബൈലിന്റെ ടോപ്പിക് ആണ്, എന്ന് പറഞ്ഞാൽ മൊബൈൽ കമ്പ്യൂട്ടിങ്ങിനെ പറ്റിയിട്ട് അല്ലെ. നമ്മൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ആളുകളാണ്. അപ്പൊ ഈ മൊബൈൽ കമ്പ്യൂട്ടിങ്ങിന്റെ ഒരു എന്താ പറയുക, എവല്യൂഷൻ ഒക്കെ പറയുന്നുണ്ട്. ആദ്യം വന്നത് ഇപ്പൊ മൊബൈൽ ഫോണിൽ ആദ്യം 1G ആയിരുന്നില്ല ടെക്നോളജി, പിന്നെ അല്ലേ അത് 2G ആയത്, പിന്നെ അല്ലേ അത് 3G ആയത്, പിന്നെ ഇപ്പൊ നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന 4Gയും 5Gയും അല്ലേ അല്ലെ. അപ്പൊ 4G ആയി, 5G ആയി. അപ്പൊ ഈ ഒരു എവല്യൂഷനെ പറ്റിയിട്ടാണ് ഈ മൊബൈൽ കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്ന സെക്ഷനിൽ പഠിക്കുന്നത്. പിന്നെ നമ്മൾ മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, എല്ലാവർക്കും അറിയാലോ മൊബൈൽ ഫോണിൽ ഉപയോഗിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ഏതൊക്കെയാ, ആൻഡ്രോയിഡ്, iOS അല്ലെ, ഇങ്ങനെയുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ പറ്റി പഠിക്കുന്നുണ്ട്. പിന്നെ ICT ഇൻ ബിസിനസ് എന്ന് പറയുന്ന അല്ലെ, ബിസിനസ്സിൽ എങ്ങനെ ICT ഉപയോഗിക്കാൻ പറ്റും. ICT എന്ന് പറഞ്ഞാൽ ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണും കമ്പ്യൂട്ടറും ഇന്റർനെറ്റും അതൊക്കെ ഉപയോഗിച്ചിട്ടല്ലേ ഇപ്പം ബിസിനസ് നടത്തുന്ന. നമ്മൾ സോഷ്യൽ മീഡിയ ഒക്കെ നല്ല രീതിയിൽ ബിസിനസ്സിന് വേണ്ടി ഉപയോഗിക്കുന്നില്ലേ. അപ്പൊ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ജനറലി തിയറി ആയിട്ടുള്ള കാര്യങ്ങൾ പറയാനുള്ളതാണ്. പിന്നെ ലാസ്റ്റ് സെക്ഷനിൽ ഇൻഫർമേഷൻ സെക്യൂരിറ്റി. നമുക്കറിയാം ഇപ്പോൾ നമ്മൾ എല്ലാവരും കമ്പ്യൂട്ടേഴ്സും മൊബൈൽ ഫോണും ഇന്റർനെറ്റും ഒക്കെ ഉപയോഗിച്ച് കമ്മ്യൂണിക്കേഷൻ നടക്കുമ്പോൾ അവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫർമേഷന് സെക്യൂരിറ്റി ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ പല രീതിയിലുള്ള അറ്റാക്സും നമ്മൾ കേൾക്കാറുണ്ട്. വൈറസ്, വേംസ്, ട്രോജൻ ഹോഴ്സ്, പിന്നെ ഫിഷിങ്, സ്പാമിങ്, ഹാക്കിങ് എന്നെല്ലാം പറഞ്ഞിട്ട് ഒരുപാട് സംഭവങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് ഇൻഫർമേഷൻ നമുക്ക് എങ്ങനെ സെക്യൂർ ആയിട്ട് വെക്കാം, അതുപോലെ തന്നെ എന്താണ് ഈ IPR കേട്ടിട്ടുണ്ടോ, ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്. അതായത് ഓരോ ക്രിയേഷനും അതിന്റെ ഓണർക്ക് കൊടുക്കുന്ന ഒരു എക്സ്ക്ലൂസീവ് റൈറ്റ് ആണ് ഈ IPR എന്നൊക്കെ പറയുന്നത്. അപ്പൊ IPR, ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് എന്താണ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിരിക്കും മക്കളെ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ എന്ത് ചെയ്യുക, പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് എന്ത് വരുന്നത് 11ാമത്തെ ചാപ്റ്ററിൽ പഠിക്കുന്നത്. ആൻഡ് ഇത്രയാണ് +2 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, ടോട്ടൽ ആയിട്ട് പഠിക്കാനുള്ളത്. ഈ ഒരു വീഡിയോ വേണമെങ്കിൽ ഒരു 5 മിനിറ്റ് കൊണ്ട് എനിക്ക് ചെയ്യാം, പക്ഷെ ഞാൻ ഓരോ ചാപ്റ്ററിൽ എന്തൊക്കെ വരുന്നുണ്ട് എന്നുള്ളതാണ് ജസ്റ്റ് നിങ്ങൾക്ക് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തത്. കാരണം ഫസ്റ്റ് ഓഫ് ഓൾ +2 ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ ഇത് അറിഞ്ഞിരിക്കണം എന്ന് എനിക്ക് തോന്നി. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്ന ഒരുപാട് മെറ്റീരിയൽസ് നമ്മളെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇനിയും ഒരുപാട് കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതേപോലെ തന്നെ നിങ്ങൾക്ക് നമ്മളെ ക്ലാസ്സിന്റെ ഒക്കെ നോട്ട്സും കാര്യങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്യാൻ ഒരു ടെലിഗ്രാം ചാനൽ ഓൾറെഡി ഉണ്ട്. അപ്പൊ ആ ടെലിഗ്രാം ചാനലിന്റെ ലിങ്ക് വീഡിയോന്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ആ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ നമുക്കൊരു വാട്സപ്പ് ചാനലും അവൈലബിൾ ആണ്. ഇതിലും നമ്മൾ ഒരുപാട് അപ്ഡേറ്റ്സ് നമ്മൾ കൊടുക്കുന്നതാണ്. അപ്പൊ ടെലിഗ്രാം ആൻഡ് വാട്സപ്പ് ചാനൽസിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. കാരണം നമ്മൾ ഈ നോട്ട്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ ഓരോ ചാപ്റ്ററിന്റെയും പഠിക്കാനുള്ള നോട്ട്സ്, അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, പിന്നെ മറ്റ് ഷോർട്ട് നോട്ട്സ് കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ടെലിഗ്രാം ചാനലിലൂടെ കൊടുക്കുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു അപ്ഡേറ്റും മിസ്സാവാതിരിക്കാൻ ഉറപ്പായിട്ടും നമ്മളെ ചാനലിൽ ജോയിൻ ചെയ്യുക. അപ്പൊ അത്രയാണ് ഈ ഒരു വീഡിയോയിലുള്ളത്. മാക്സിമം ഷെയർ ചെയ്യുക. ദാറ്റ്സ് ഓൾ. താങ്ക് യു സോ മച്ച്.